കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മീൻകറി. കൊല്ലത്ത് വന്നതിന് ശേഷമാണ് തക്കാളി ഒക്കെ ഇട്ട് വെറുപ്പിക്കുന്ന മീൻകറി ഞാൻ കൂട്ടുന്നത്. എന്റെ അമ്മച്ചിക്കൊക്കെ തക്കാളി ഇല്ലാത്ത മീൻകറിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. എന്റെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ വീട് കോട്ടയത്തായതുകൊണ്ട് ആ വീട്ടിലൊരു വിസിറ്റ് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദുബായിൽ എത്തുന്നതിന് മുന്നേ ഞാൻ 1-2 വർഷം ഏറ്റുമാനൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നേ ഞാൻ തീരുമാനിച്ചതാണ് ഏതെങ്കിലും ഒരു കാലത്ത് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ പറ്റുമെങ്കിൽ അത് കോട്ടയത്തായിരിക്കും. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് സർപ്രൈസ് ആയിട്ട് ചെന്നിട്ട് എല്ലാ വിഭവങ്ങളും ടേബിളിൽ ഉണ്ടായിരുന്നു. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, കോട്ടയങ്ങളിൽ ടേബിൾ നിറച്ച് ഫുഡായിരിക്കും. പപ്പയ്ക്കും മമ്മിക്കും ആണെങ്കിലും ഞങ്ങൾക്ക് എന്താ തരണ്ടേന്ന് ഓർത്തിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു തോന്നുന്നു. ഓടിപ്പാഞ്ഞ് നടന്ന ഓരോ സാധനങ്ങൾ കാണിച്ചു തരി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. മമ്മി പഴയ ഒരു ടീച്ചറും പപ്പ പണ്ടത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുമാണെന്നുള്ള ജാടയൊന്നും അവർക്കില്ല കേട്ടോ. അവരിങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്ന് പറമ്പിൽ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന സാധാരണ ഒരു കർഷകരെ പോലെ. ഒരു ആവറേജ് കോട്ടയംകാരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് തന്നെയാണ്. അതിങ്ങനെ വിളമ്പി കൊടുക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റ് ആയിരുന്നു സ്റ്റാർട്ടർ. നല്ല കിടിലനൊരു മാങ്ങാക്കറി, അതിന്റെ കൂടെ നല്ല ബീഫും മീൻകറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ മേശപ്പുറത്ത്. എനിക്കിത് എഡിറ്റ് ചെയ്യുമ്പോൾ പോലും വായിൽ വെള്ളം വരുന്നു. അത്ര ടേസ്റ്റ് ആയിരുന്നു മമ്മിയുടെ ഓരോ ഫുഡും. പപ്പയും മമ്മിയാണെങ്കിൽ വിശേഷങ്ങളും നാട്ടുവർത്താനങ്ങളും പറഞ്ഞു തീരുന്നില്ല. ഇവരാണെങ്കിൽ ഒരുപാട് സംസാരിക്കുന്നവരാ. ഞങ്ങൾക്കാണെങ്കിൽ അങ്ങ് ദൂരെ വരെ എത്താനും ഉണ്ട്. എന്തായാലും ഒരു ഗുഡ് ബൈയും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ താൽക്കാലികമായിട്ട് അവിടെ നിന്ന് വിട പറഞ്ഞു. ഓണ വഴിക്ക് കോട്ടയത്തെ ലുലു മാളിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഹാജർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് കയറിയില്ലെങ്കിൽ മോശമല്ലേ.